ഹലോ ഗൈസ്, കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയ വർക്കിൻ്റെ ഇടയിൽ പെട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലായിടത്തും നോക്കിയാൽ എന്താണ് വൈപ്പ് കോഡിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിറഞ്ഞ് നടക്കുകയാണ്. ഇപ്പം വൈപ്പ് കോഡിങ് പലരും എൻ്റെ ചോദിച്ചു, ഈ വൈപ്പ് കോഡിങ് ചെയ്ത് നമ്മൾ അതാണ് ഇനി ഫ്യൂച്ചർ, എല്ലാവരും ഇനി വൈപ്പ് കോഡിങ്ങിലോട്ട് പോകും, ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമർ എന്ന് പറഞ്ഞ ഒരു വിലയില്ല ഇനി, അങ്ങനെ ഒരവസ്ഥ എന്തായാലും ആവും. അതിപ്പോഴല്ല, ബട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന നിലയ്ക്ക് നിങ്ങൾ വൈപ്പ് കോഡിങ്ങിലോട്ട് ആദ്യമേ എന്തായാലും പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. വൈപ്പ് കോഡിങ് നിങ്ങൾ തുടക്കം ഒരു നോട്ട് പാഡിലാണ് നിങ്ങൾ കോഡ് ചെയ്യേണ്ടത് ഫസ്റ്റ്. അല്ലാതെ VS കോഡ് പോലും ഇപ്പം തന്നെ VS കോഡിനെയൊക്കെ മാറ്റി ഇപ്പം കർസർ AI എന്നും പറഞ്ഞ ഒരു സാധനം വന്നിട്ടുണ്ട്. കർസർ AI അങ്ങനെ ഇഷ്ടം പോലെ ലവബിൾ, അങ്ങനെ കുറേ AI പ്ലാറ്റ്ഫോം. അതായത് വൈപ്പ് കോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഡെവലപ്പർ, നമ്മളെ കൂടെ തന്നെ ഒരു AI മോഡലും അവിടെ ഉണ്ടാവും. ഈ ഒരു AI മോഡലിനെയും വെച്ച്, അതായത് കർസർ പോലെയുള്ള പ്ലാറ്റ്ഫോം വഴി നമ്മളെ കൂടെ തന്നെ ഒരു AI മോഡൽ, നമ്മളെ കൂടെ തന്നെ കുറേ സജഷൻസ് കാര്യങ്ങൾ തന്ന് ഇതും കോഡ് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ സാധനം പോകുന്നത്. നമ്മൾ ഡോക്യുമെൻറ്റേഷന് നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല. നിങ്ങൾ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ആ സ്കില്ല് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഡയറക്റ്റ് വൈപ്പ് കോഡിങ്ങിലോട്ട് പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജെമിനൈയുടെ VS കോഡിൽ തന്നെ കുറേ എക്സ്റ്റൻഷൻ ഉണ്ട്. ഗിറ്റ്ഹബ് കോപ്പൈലറ്റ്, ജെമിനൈ, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്ത് റെപ്ലിറ്റ് AI, ഇതൊക്കെ കുറേ പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ ഇപ്പം വൈപ്പ് കോഡിങ്ങിന് വേണ്ടി കുറേ പ്ലാറ്റ്ഫോം, ലവബിൾ എന്നും പറഞ്ഞൊക്കെ കുറേ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്ത് നോക്കിയാൽ വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കിങ്ങും കാര്യങ്ങളും. പക്ഷേ ഇതൊരിക്കലും ഈ ഒരു സാധനം പോസിബിൾ അല്ല. നിങ്ങൾ ഫസ്റ്റ് ബിഗിനർ ലെവലിൽ തുടങ്ങാൻ നേരത്ത് ഫസ്റ്റ് പഠിക്കുക, പോയി ഡോക്യുമെൻറ്റേഷൻ നോക്കി ചെയ്ത് പോകണം. ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഫുള്ളി ഡോക്യുമെൻറ്റേഷൻ നോക്കി വായിച്ച് എന്താണ് കാര്യങ്ങൾ, എന്താണ് ഇവിടെ എന്ത് യൂസ് ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യും, ഇതെവിടെ എന്ത് വരും, അതെല്ലാം നിങ്ങൾ ആദ്യം നോക്കി പോകണം. ഒരിക്കലും ഇപ്പം പലരും ഡയറക്റ്റ് ഈ വൈപ്പ് കോഡിങ്ങിലോട്ട് പോവുകയാണ്. വൈപ്പ് കോഡിങ്ങിലോട്ട് ഡയറക്റ്റ് ഒരിക്കലും പോകരുത്. അത് തന്നെ, വൈപ്പ് കോഡിങ്ങിൽ ഡയറക്റ്റ് പോയാൽ തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ബേസിക് ഫണ്ടമെൻ്റൽസ് അറിയണം. ഇപ്പോൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണെന്ന് അറിയണം. ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ് എങ്ങനെ കണക്ട് ചെയ്യും, ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡും എങ്ങനെ കണക്ട് ചെയ്യും, ഡേറ്റാബേസ് എങ്ങനെ കണക്ട് ചെയ്യും, ഇതൊന്നും വൈപ്പ് കോഡിങ് ചെയ്ത തരത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊരു കോഡ് ജനറേറ്റ് ചെയ്ത തരത്തിലുള്ള ആ കോഡ് തന്നെ എത്ര എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയും കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിന് തന്നെ നമ്മൾ കുറേ പഠിക്കണം ഈ വൈപ്പ് കോഡിങ്ങിൽ. ബട്ട് ഒരിക്കലും വൈപ്പ് കോഡിങ്ങിൽ ഡയറക്റ്റ് നിങ്ങൾ AI യൂസ് ചെയ്ത് കോഡ് ചെയ്യാൻ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ സ്കില്ലിനെ നശിപ്പിക്കും. ബട്ട് ഒരു കാലത്ത് അത് ചിലപ്പം വൈപ്പ് കോഡിങ് ആയിരിക്കും വേൾഡ് മൊത്തം നടക്കാൻ പോകണം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ റീപ്ലേസ് ചെയ്യുമായിരിക്കും. ബട്ട് ഈ ഒരു ടൈമിൽ എന്തായാലും